തീർച്ചയായും കോൺഗ്രസിൻ്റെ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇന്നലെ നേതാക്കൾ തമ്മിലുണ്ടായ വാക്പോരിൻ്റെ അനുരണനങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധിയായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. VD സതീശൻ്റെ ഏകാധിപത്യ ശൈലിക്കെതിരായി മുഴുവൻ യോജിപ്പുകളും എത്തുന്നതിലേക്ക് നയിക്കപ്പെടുന്നു ഇന്നലത്തെ സംഭവവികാസം എന്നുള്ളതാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത്. ഈ വാർത്ത കൊണ്ടുവന്ന ശ്രീ നൃപൻ ചക്രവർത്തി തന്നെ, ഞങ്ങളുടെ പ്രതിനിധി തന്നെ ഒരിക്കൽ കൂടി ചേരുകയാണ്. നൃപൻ, അതായത് ഈ കെ മുരളീധരൻ ഞാൻ എന്ന ഭാവമേ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടിട്ടതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം. അതായത് എല്ലാ കാര്യങ്ങളിലും എന്നോടത് നടക്കില്ല, NM വിജയൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിലും ആദ്യഘട്ടത്തിൽ VD സതീശൻ പറഞ്ഞ എന്നോട് നടക്കുന്നില്ല, അങ്ങനെ ഞാൻ എന്ന ഒരു ഭാവം എപ്പോഴും സതീശനുണ്ടത്രേ. അങ്ങനെയാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് ഇന്നലെ രാത്രിയിലുണ്ടായ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ തർക്കം. മാറ്റിവെച്ചതാണ്, ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് കൂടിയതാണ്. അവിടെ AP അനിൽകുമാറിനെ പോലെ വളരെ വളരെ ഒരു മിതഭാഷി എന്ന നിലയിലുള്ള ആൾ പോലും അദ്ദേഹത്തോട് ചൂടാവുന്നതിലേക്ക് അല്ലെങ്കിൽ കയർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അനുരണനങ്ങൾ? തീർച്ചയായും അജിംഷാദ്, ഇക്കാര്യത്തിൽ KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ചത്. അവസാനം ഹൈക്കമാൻഡിൻ്റെ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു. 5 മണിക്കൂറിലധികം യോഗത്തിൽ ചർച്ച നടന്നു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേതാക്കൾ ഉന്നയിച്ചു. ഒപ്പം അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് നേതാക്കൾ തമ്മിലുള്ള അനൈക്യമാണ്. സതീശനും ഒപ്പം തന്നെ K സുധാകരനും തമ്മിൽ ഒത്തുപോകുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് VD സതീശനാണ്. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഏകാധിപത്യപരമായി എല്ലാ കാര്യങ്ങളും ഞാനാണ് എടുക്കുന്നത് എന്ന തരത്തിലുള്ള സമീപനമായി VD സതീശൻ മുന്നോട്ട് പോകുന്നു. ഇതാണ് മുതിർന്ന നേതാക്കളടക്കം, രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞത് പാർട്ടിയിലെ ഐക്യം ശക്തിപ്പെടുത്തണം, അതുകൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, നേതാക്കൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കണം എന്ന തരത്തിൽ നേതാക്കളുടെ പേരെടുത്ത് പറയാതെ വർക്കിംഗ് കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായിട്ടുള്ള രമേശ് ചെന്നിത്തല അടക്കം ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞു. അതിനൊക്കെ ശേഷമാണ് സതീശന് സംസാരിക്കാനുള്ള അവസരം യോഗത്തിലുണ്ടായത്. അതിനിടയിലാണ് കേരളത്തിലെ 60ഓളം നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള പ്രത്യേക പ്ലാൻ താൻ തയ്യാറാക്കിയിട്ടുണ്ട്, പ്രത്യേക സ്ട്രാറ്റജി താൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ചുമതലകളിലേക്ക് പാർട്ടി നേതൃത്വത്തിലെ ചിലരെ ചുമതലപ്പെടുത്താൻ പോകുകയാണ് എന്ന് സതീശൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പറഞ്ഞത്. പൊടുന്നനെ AP അനിൽകുമാറിനെ പോലുള്ള നേതാക്കൾ, മുതിർന്ന നേതാക്കൾക്കടക്കം ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. AP അനിൽകുമാർ പൊടുന്നനെ പ്രതികരിച്ചു. താങ്കൾ ആരാണ് ഇക്കാര്യങ്ങളിൽ 60 മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ? താങ്കളെ ആരാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ശക്തമായി AP അനിൽകുമാർ ചോദിക്കുന്നു. ഇരു നേതാക്കളും തമ്മിൽ വലിയ തരത്തിലുള്ള വാക്കേറ്റമുണ്ടാക്കുന്നു. സതീശൻ ചോദിക്കുന്നു, തനിക്ക് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ ഒരു നിർദ്ദേശം പറയാൻ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന് AP അനിൽകുമാറിനോട് ചോദിക്കുന്നു. AP അനിൽകുമാർ അതിന് ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുന്നു. ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നേതാക്കളുടെ വാക്കേറ്റം വലിയ തരത്തിൽ രൂക്ഷമായപ്പോഴാണ് AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെട്ട് ഇരു നേതാക്കളെ ശാന്തമാക്കുന്നത്. ശാന്തമാക്കി ഇരുത്തിയ ശേഷം VD സതീശൻ തുടർന്ന് പ്രതിഷേധിച്ച് സംസാരിക്കാതെ യോഗത്തിൽ തന്നെ ഇരിക്കുന്നു. അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തി തുടർന്ന് സംസാരിച്ചില്ല. അതിനെ തുടർന്നാണ് ഐക്യം ശക്തിപ്പെടുത്തണം എന്ന ആഹ്വാനം നൽകി രാഷ്ട്രീയകാര്യ സമിതി യോഗം പിരിഞ്ഞത്. അതിനുശേഷം പുറത്ത് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്, സതീശനും K സുധാകരൻ രണ്ട് തരത്തിലാണ് അത് മാറ്റിയെടുക്കണം. അതുകൊണ്ട് ഒന്നിച്ച് രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ടായ തർക്കം കേവലം വ്യക്തികളുടെ മാത്രം തർക്കമല്ല. AP അനിൽകുമാറിനെ പോലെ ഒരു മിതഭാഷിയായ അല്ലെങ്കിൽ അത്തരത്തിലൊരു മുഖമുള്ള ഒരാൾ, സമന്വയത്തിൻ്റെ മുഖമുള്ള ഒരാൾ, സമഭാവനയുടെ മുഖമുള്ള ഒരാൾ പോലും VD സതീശനോട് കയർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ പല വിധത്തിലുമുള്ള രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട്. ഒന്ന്, VD സതീശനെതിരായ പടയൊരുക്കം അതൊരു ഒറ്റപ്പെട്ടതല്ല, മറിച്ച് അത് K സുധാകരൻ്റെ എതിര് എന്നുള്ള അർത്ഥത്തിലൊരു ഗ്രൂപ്പ് പോരാട്ടം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് വലിയൊരു വിഭാഗത്തിന് മുഴുവൻ, കോൺഗ്രസിൻ്റെ വികാരം പേറുന്നവർക്ക് മുഴുവൻ VD സതീശനോടൊരു എതിർപ്പ് ഉയർക്കൊള്ളുന്നു എന്നുള്ളത് കൂടിയൊക്കെയാണ് ഇപ്പോൾ നിർഭൻ നിരീക്ഷിച്ചു വരുന്നത്. നിർഭൻ, അങ്ങനെ തന്നെയല്ലേ? ഒരുപക്ഷേ VD സതീശൻ ഒറ്റപ്പെടുകയും VD സതീശനുള്ള എതിർപ്പ് ശക്തമാവുകയും ചെയ്യുന്നു. VD സതീശ വിരുദ്ധർ എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ K സുധാകര വിരുദ്ധർ എന്ന അർത്ഥത്തിലല്ല. VD സതീശൻ്റെ സ്വേച്ഛാധിപത്യ പ്രവണതയോട് ഒരു വലിയ എതിർപ്പ് കോൺഗ്രസിലാകമാനം ഉയർക്കൊള്ളുന്നു എന്ന് തന്നെയാണ് ഈ സംഭവഗതികൾ മാറ്റുന്നത്. അതിൻ്റെ അനുരണനം തീർച്ചയായും ഇപ്പോഴും ഉണ്ടാകും, അത് ഇനിയും തുടരും അല്ലേ? അത് ഏതിലൊക്കെയാണ് നയിക്കപ്പെടുന്നത്? എന്തൊക്കെയാണ് നേതാക്കന്മാർ അനൗദ്യോഗികമായി പറയുന്ന വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, കേരളത്തിലെ കോൺഗ്രസിൽ ഒരു കാലത്തുമില്ലാത്ത ഒരു ഏകാധിപത്യം
പ്രവണതകളിലേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കോക്കസ് മാറുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി പോലും സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് എന്ന തരത്തിലുള്ള വിമർശനം പോലും ഇന്നലത്തെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുണ്ടായി. മാത്രമല്ല VD സതീശൻ്റെ ഏകാധിപത്യ പ്രവണതയെ സംബന്ധിച്ച് നേതാക്കൾ പേരെടുത്ത് പറഞ്ഞത് AP അനിൽകുമാറാണ്. AP അനിൽകുമാർ ഇത്തരം ഒരു ഘട്ടത്തിൽ ഈ ഒരു നിലപാട് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ക്ഷുഭിതനായാണ് അദ്ദേഹം വളരെ വൈകാരികമായി യോഗത്തിൽ പ്രതികരിച്ചത്. താൻ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവ് എന്ന പദവി വെച്ചുകൊണ്ട് പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കാൻ ആരാണ് പ്രതിപക്ഷ നേതാവിന് VD സതീശന് അധികാരം നൽകിയത്? താങ്കൾ ആരോട് ചോദിച്ചിട്ടാണ് ഇത്തരം തീരുമാനമെടുത്തത്? KPCC അല്ലേ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? സംഘടനാ ചുമതല കൊടുക്കണമെങ്കിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക സ്ട്രാറ്റജി തീരുമാനിക്കണമെങ്കിൽ അത് KPCC അല്ലേ ആലോചിച്ച് തീരുമാനിക്കേണ്ടത്? അത്തരം ഒരു കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് എങ്ങനെയാണ് എടുത്തത് എന്ന ചോദ്യമാണ് AP അനിൽകുമാർ ചോദിച്ചത്. AP അനിൽകുമാറിനെ സംബന്ധിച്ച് അജിംഷാദിനെ അറിയാം. കാരണം കേരളത്തിൽ KC വേണുഗോപാലിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന അത്രയേറെ വിശ്വസ്തനായ ഒരു നേതാവാണ്. ആ ഒരു യോഗത്തിൽ, രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ദീപാദാസ് മുൻഷിയും ഒപ്പം തന്നെ KC വേണുഗോപാലും ഇരിക്കുന്ന വേദിയിൽ AP അനിൽകുമാർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല. അങ്ങനെ വെറുതെ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കില്ല. അതുകൊണ്ട് അവരെ കൂടി മനസ്സാക്കിക്കൊണ്ടായിരിക്കും VD സതീശനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചത്. പക്ഷേ